മീനച്ചിലാറും കുന്നും മലകളും താഴ്വരയും റബ്ബർ മരങ്ങളും നിറഞ്ഞ് വളഞ്ഞുതിരിഞ്ഞ വഴികളുമൊക്കെയായി പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ മേഖലയുടെ കവാടം കൂടിയായ കോട്ടയം ജില്ലയിലെ പാലാ നഗരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലായ്ക്കടുത്ത് മരങ്ങാട്ടുപള്ളിയിലാണ്. ചില പ്രത്യേകതകളുള്ള പ്ലോട്ടിലിരിക്കുന്ന ഒരു വീട്ടിലേക്ക്. പ്ലോട്ടിന്റെ ഒരു ഭാഗം ഉയർന്നും മറുഭാഗം താഴ്ന്നും നിരപ്പായ പ്ലോട്ടിൽ മാത്രമേ വീടുപണി സാധ്യമാവൂ എന്ന് ചിന്തിച്ചിരുന്ന കാലമൊക്കെ മാറി. പ്ലോട്ടിലെ ലെവൽ വ്യതിയാനത്തെ എങ്ങനെ ഒരു ഡിസൈൻ എലമെന്റാക്കി മാറ്റാം എന്നതാണ് ഇന്നത്തെ ഡിസൈനിങ് രീതി. ഇവിടെ ലെവൽ വ്യതിയാനം അനുസരിച്ച് പ്ലാൻ ചെയ്തപ്പോൾ റീറ്റെയിനിങ് വാൾ വരെ ഡിസൈൻ എലമെന്റായി മാറുകയായിരുന്നു. എലിവേഷന്റെ കാര്യത്തിൽ ട്രോപ്പിക്കൽ കാലാവസ്ഥയ്ക്കിണങ്ങുന്ന സ്ലോപ്പിംഗ് റൂഫിനാണ് പ്രാധാന്യം. റൂഫിനുള്ളിലെ ആറ്റിക് സ്പേസിൽ ഒരു ചെറിയ പാർട്ടി ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ സ്റ്റോർ ഏരിയ, പാർക്കിംഗ് സ്പേസ്, ഒരു ബുട്ടീക്ക് എന്നിവയാണുള്ളത്. ഫാമിലി ഏരിയകളായ ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, കിടപ്പുമുറികൾ എന്നിവയൊക്കെ ഫസ്റ്റ് ഫ്ലോറിലും. പൊൻകുന്നം ഇൻ ഡിസൈനിലെ ആർക്കിടെക്ട് ജെയിംസ് ജോസഫാണ് ഈ വീടിന്റെ ശില്പി. ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ആർക്കിടെക്റ്റും വീട്ടുകാരും തന്നെ പറയും. ഇങ്ങനെ തട്ടായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ സെൻട്രലായിട്ട് ഒരു കോർട്ട്യാർഡ് സ്പേസ് കൊണ്ടുവരികയും ആ കോർട്ട്യാർഡ് സ്പേസിനകത്ത് തന്നെ ബാക്കി റൂംസുകൾ, സിറ്റിംഗ്, ഡൈനിങ്, ലിവിങ്, ബെഡ്റൂം, ഇതിനൊക്കെ ഒരു ഫോക്കസ് പോയിന്റ് പോലെ കിട്ടുന്ന രീതിയിലും, ഡൈനിങ്ങിൻ്റെ ആണെങ്കിലും നമ്മുടെ ഒരു സ്പിൽ ഓവർ സ്പേസ്, നമുക്ക് ഒരു പാർട്ടിയോ ഒക്കെ നടക്കുമ്പോഴാണെങ്കിൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി നിൽക്കാനുള്ള സ്പേസുകൾ. അപ്പം വീടിനകത്തൊരു കഞ്ചഷൻ വരാതെ എങ്ങനെയാണ് നമുക്ക് ഓരോ സ്പേസും യൂസ് ചെയ്യാം. എനിക്ക് നേച്ചുറലായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് ചെടിയുണ്ട്, പക്ഷിയുണ്ട്, മീനുണ്ട്, എൻ്റേതായിട്ടുള്ളൊരു മുറിയുണ്ട്, എൻ്റേതായിട്ടുള്ളൊരു സ്റ്റഡി ടേബിളുണ്ട്. അങ്ങനെ കുറേ എനിക്കിഷ്ടമുള്ള കുറേ സംഭവങ്ങളൊക്കെ എനിക്കുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ മാത്രം ഈ സൈക്കിൾ ഓടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എന്ന് പറയുമ്പോൾ മുറ്റത്ത് ഓടിക്കാം, ഇച്ചിരി സ്പേഷ്യസ് ആണ്. അകത്താണെങ്കിൽ പോലും അവിടെ ഇവിടെ ചുമ്മാ അങ്ങ് നോക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഫുള്ള് പച്ചപ്പ്. മിനുവിന് ഒരു ചെറിയൊരു ബുട്ടീക്ക് അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഈ ഡിസൈനിനകത്ത് ഉൾക്കൊള്ളിക്കുക എന്നുള്ളത്. അപ്പോൾ ബുട്ടീക്കിൽ വരുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ വീടിൻ്റെ ഒരു റെഗുലർ ആക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യരുത്, എന്നാൽ നമുക്കത് വളരെ ഈസിലി ആക്സസിബിൾ ആയിരിക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെ രൂപകൽപ്പന ചെയ്തതാണ് ഈ കോർട്ട്യാർഡിനകത്തെ സ്റ്റെയർ കേസ്. ഈ വീട് ഞങ്ങളുടെ വളരെ വലിയൊരു സ്വപ്നമായിരുന്നു. ഈ വീട് പണിയണം എന്ന് വിചാരിച്ച സമയത്ത് ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഡിമാൻഡ് വീട്ടിൽ നല്ല വെളിച്ചവും വായുവും റൂമെല്ലാം നല്ല സ്പേഷ്യസ് ആയിരിക്കണം എന്ന് മാത്രമായിരുന്നു. അത് ഏറ്റവും നല്ല രീതിയിൽ ജെയിംസ് സാർ അത് പ്ലാൻ ചെയ്തു തന്നു. ഞങ്ങൾ അതിൻ്റെ 3D എല്ലാം കാണിച്ചു. വീട് പണിയുന്ന സമയത്ത് ഹസ്ബൻഡ് എബ്രോഡായിരുന്നു. ഞാൻ നാട്ടിൽ വന്ന് ഞാനാണ് ഇത് കോർഡിനേറ്റ് ചെയ്തതെല്ലാം. ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ജെയിംസ് സാറാണ്. ഏത് കാര്യത്തിലും എന്ത് ഡൗട്ട് ചോദിച്ചാലും സാറ് കൃത്യമായിട്ട് തന്നെയുള്ള മറുപടി തരുമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിലും ഭംഗിയായി ഈ വീഡിയോ ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. AC-യുടെ കൺസെപ്റ്റ് ഇല്ലാതെ തന്നെ എങ്ങനെ നേച്ചറുമായിട്ട് ചേർന്നുകൊണ്ട് വീട്ടിൽ നമുക്ക് താമസിക്കാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു തിങ്കിങ്. അപ്പോൾ അത് അതേപടി ഫുൾഫിൽ ആയത് ഞങ്ങൾക്ക് ആ വീട്ടിലിപ്പം ഹൗസ് വാമിങ്ങിന് ശേഷം താമസിക്കാൻ തുടങ്ങിയപ്പോൾ അത് നല്ലപോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി. നാച്ചുറലായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ എയർ സർക്കുലേഷൻ ഉണ്ട്. നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു കയറി വരണം എന്നുള്ളൊരു ആഗ്രഹം. ആ ആഗ്രഹത്തിനെ എങ്ങനെയാണ് നമ്മുടെ ഡിസൈനിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുക, അങ്ങനെ എല്ലാം നോക്കി ചെയ്തേക്കുന്ന ഒരു ഭവനമാണിത്.
മനോഹരമായിട്ട് ഈ വീടിനെ തീർക്കാനായിട്ട് ജെയിംസ് സാറിൻ്റെ ഒരു കഴിവുകൂടി കൂടിയാണ് നമുക്ക് ഇത്രയും മനോഹരമാക്കാനായിട്ട് പറ്റും. ആർക്കിടെക്റ്റ് പറഞ്ഞതുപോലെ എവിടെ പോയാലും വേഗം തിരിച്ച് വീട്ടിൽ വരിക എന്ന് തോന്നലുളവാക്കാൻ കഴിയുന്ന, സ്വസ്ഥമായിരിക്കാൻ കഴിയുന്ന, തിരികെ വിളിക്കുന്ന വീട്.